ഇത് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് വീഡിയോയുടെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ് കേട്ടോ. ആ ടി എടുക്കാൻ പോയില്ലേ, അപ്പൊ അതിന് ശേഷമുള്ള എൻ്റെ ഒരു അവസ്ഥ ഇതാണ്. എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ അറിയത്തില്ല, അച്ഛനും അമ്മയും കൂടെ ജാനിയെ കൊണ്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് റെസ്റ്റ് എടുക്കാൻ ഒരു മൂഡിലായിരുന്നു. കൈ നല്ല വൃത്തിക്ക് അനങ്ങിയാൽ മാത്രമേ എന്തെങ്കിലും ഒരു സമാധാനം എപ്പോഴെങ്കിലും ഉണ്ടാകത്തുള്ളൂ എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ വീടിന്റെ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് നടന്നു കേട്ടോ. അതാ നോക്കുമ്പോഴത്തേക്ക് എല്ലാ കളിപ്പാട്ടങ്ങളും ഇങ്ങനെ സൈലന്റ് ആയിട്ട് കിടക്കാണ്. കുഞ്ഞില്ലാതെ വീട്ടിൽ നിൽക്കാൻ ഭയങ്കര ബോറടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചൊരു മുട്ടക്കറി വെക്കുന്നത് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. വേണമെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ എൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ മുട്ടയൊക്കെ വേവിക്കാൻ വെക്കാന്ന് വിചാരിച്ചപ്പോഴാണ് സമയം കണ്ടത്. അപ്പൊ നേരെ പോയി എന്നാൽ കയ്യും കാലും ഒക്കെ കഴുകിയിട്ട് വിളക്ക് അങ്ങോട്ട് വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വിളക്ക് കത്തിക്കുന്ന പരിപാടികളിലേക്ക് കടന്നു എന്ന് വേണം പറയാൻ. അപ്പോഴും അവർ വന്നിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല വൃത്തിക്ക് ബോറടിക്കുന്നുണ്ടായിരുന്നു. ബോറടിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഏതോ ഒരു ഭാഗം ഇച്ചിരി നേരത്തേക്ക് മിസ്സിങ് ആയതുപോലെയുള്ള ഒരു ഫീലായിരുന്നു. അങ്ങനെ ഞാൻ മുട്ടക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഒരു ചെറിയ കാറിന്റെ ശബ്ദം. അയ്യോ, എന്തൊരു സമാധാനമായിരുന്നു എനിക്കെന്നറിയാവോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ എൻ്റെ കൈക്ക് നല്ല വേദനയായിരുന്നു. കാരണം കുഞ്ഞ് കിടക്കുന്ന സൈഡിലേക്ക് ചരിഞ്ഞ് കിടന്ന് കിടന്ന് എൻ്റെ ടി എടുത്ത വേദന ഒട്ടുമേ കുറഞ്ഞിട്ടില്ലായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു രാവിലെ. അപ്പോഴും ഞാൻ വിചാരിച്ചു വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വേദന വീണ്ടും കൂടും. നേരെ പോയിട്ട് വറുത്തരച്ചൊരു മീൻകറി അങ്ങോട്ട് വെച്ചത് നെയ്മീനാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.